ദൈവത്തോടെ നമ്മളെ തന്നെ സമാധാനപ്പെടുത്തുന്ന ഒരു അനുഭവം വേണമെന്നാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. നോക്കിയാൽ മുസ്ലിങ്ങൾ മക്ക മദീനയിലൊക്കെ പോകുന്നു. അവരുടെ അവർക്ക് ഒത്തിരി നോയമ്പുകൾ കാര്യങ്ങൾ ചെയ്ത് ദൈവവുമായിട്ട് എന്താണ് അവർക്കൊരു ശത്രുത മാറിയെടുക്കണം. ദൈവവുമായിട്ട് എന്താണ് അവർക്കൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹിന്ദുക്കളായിരുന്നപ്പോഴും ഹിന്ദുക്കളും എന്താണ് അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, തീർത്ഥാടനങ്ങളിൽ പോകുന്നു, ഗംഗാനദിയിൽ പോകുന്നു, ഇല്ല കാശിക്ക് പോകുന്നു. ഇതെല്ലാം എന്താണ് അവരുടെ അന്തരാത്മാവിൽ പറയുന്നത് ദൈവവുമായിട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല. ക്രിസ്തീയ മതവിശ്വാസികളും എന്താണ് ക്രിസ്തുവിനെ അറിയാൻ വയ്യാത്തത് കൊണ്ട് അവരും ദൈവവുമായിട്ടൊരു നിരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരും എന്താണ് അനേക ഇടങ്ങളിൽ വേളാങ്കണ്ണി പോകുന്നു. അങ്ങനെ ഇങ്ങനെ നമുക്കറിയാം. അത് സാധാരണ എല്ലാവർക്കും ഇത് അറിയാം, എല്ലായിടത്തും പോകുന്നു. പക്ഷെ എന്താണ് ദൈവവുമായിട്ട് അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താണ് ഇവിടുത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു പാപിയായിരിക്കുന്ന ദൈവത്തിന് ശത്രുവായിരിക്കുന്ന നമുക്ക് ദൈവവുമായിട്ടൊരു സമാധാനത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണവും ആ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതുമായിരിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവവുമായിട്ടുള്ള സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവമായിട്ട് എന്തിനാ സമാധാനം നമ്മൾ ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവർ, നമ്മൾ മരിക്കും. മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായിരിക്കും ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ നാം മരിച്ചതിന് ശേഷം യഥാർത്ഥമായിട്ടും ദൈവത്തോടു കൂടിയുള്ള എന്നേക്കുമുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. അപ്പോൾ ദൈവവുമായിട്ട് നമ്മളെ എന്നെന്നും നിരപ്പിക്കുന്ന ഒരു അനുഭവമാണ് യേശുക്രിസ്തുവിനുള്ള ക്രൂശീകരണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് തന്നെത്താൻ വിട്ടുകൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന ഏക സത്യ ദൈവത്തോട് പാപികളായിട്ട് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ, ദൈവത്തോട് സമാധാനം ഇല്ലാതെ പോയ നമ്മളെ ദൈവത്തോടെ നിരപ്പിക്കുക. ദൈവം നമ്മുടെ പിതാവും നമ്മൾ അവൻ്റെ മക്കളുമായിട്ട് തീർന്ന് നമ്മളെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടത്തുക എന്നൊരൊറ്റ കാര്യമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ നേടുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 5:1 പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം വന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സമാധാനമാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുഖാന്തരം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത്.